Hey guys, good morning. So welcome to Golden Girlies. സോ നമ്മളിന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. സോ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഡോറൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്ത് നിൽക്കും കേട്ടോ. അത് എപ്പോഴും ഏകദേശം എല്ലാ ദിവസവും നടക്കുന്നൊരു പ്രാക്ടീസാണ്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്ന് കാക്കയും പൂച്ചേനെയൊക്കെ ഒന്ന് നോക്കി ആ ഡേ തുടങ്ങിയാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. അപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ കിടക്കുകയാണ്. സോ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. സോ മിക്ക ദിവസങ്ങളും അമ്മയായിരിക്കും ഉണ്ടാക്കുന്നത്. ആൻഡ് അപ്പം അപ്പുറത്തെ കഞ്ഞി കാര്യങ്ങളൊക്കെ അച്ഛന് ഉപ്പുമാവ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛന് വേണ്ടി കഞ്ഞി വെക്കുന്നുണ്ട്. അപ്പം അമ്മ ഉപ്പന് വേണ്ടിയിട്ടുള്ള നമ്മുടെ റവ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അൺറോസ്റ്റഡ് റവയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഉപ്പിന് വേണ്ടിയിട്ട് നമ്മൾ റവ പൊതുവെ റോസ്റ്റ് ചെയ്തില്ലെങ്കിലും അമ്മ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സോ നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം അമ്മ ഇവിടെ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സവോള കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്യാണ്. സോ അമ്മ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇടും, വേറൊന്നുമല്ല തക്കാളിയാണ് ഗൈസ്. ആരെങ്കിലും ഉണ്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് നേരം ദൈവമായിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ടി വി ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പം ടി വിയിൽ നമ്മുടെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ ഫിലിമും കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കി ഗൈസ്. സോ ആരൊക്കെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെ ഫുഡ് കഴിക്കും, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആൾക്കാരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളൊരു 10:30 ആയപ്പോഴേക്കും നമുക്ക് കുറച്ച് ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി നമ്മൾ മെഷീനിൽ നമ്മൾ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടി ഇടുകയാണ് കേട്ടോ. സോ ഞങ്ങളിവിടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് ടെറസിലാണ്. സോ അതുകൊണ്ട് ഇപ്പം മെഷീനിൽ തുണി ഇട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് മെഷീൻ കൂടെ വെക്കാനുള്ളൊരു സ്പേസ് നമുക്ക് താഴെയില്ല. അതുകൊണ്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മൾ മേലെ വെച്ചിരിക്കുന്നത്. സോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പും കണക്ഷനും എല്ലാം മേലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് വേണ്ടി നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. എൻ്റെ ഒരു റെസിപ്പിയാണ്. ആൻഡ് നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡിയായി കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ പ്രോസസ്സാണ്. അപ്പോൾ അതേ നമ്മൾ ലഞ്ച് റെഡി ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയായി കാണും. സോ അപ്പോഴേക്കും നമുക്ക് മോര് കറി പിന്നെ നമ്മുടെ ചിക്കൻ കറിയായിട്ട് നമ്മുടെ ലഞ്ച് ഫിലിം കണ്ടു തന്നെ അടിപൊളിയാക്കി ഗൈസ്. പിന്നെ ഒരു 4:30 സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചായക്കുള്ള പാലൊക്കെ വെച്ച് ഞാൻ ചായ കുടിക്കില്ല. സോ വീട്ടിൽ വേറെല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. ചായ ഒരു 4:30 ആയപ്പോഴേക്കും ചായ വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാലാണ് ഗൈസ് ഇപ്പോൾ അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഗൈസ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറച്ച് ഫേസ് പാക്ക് എന്നങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും കടലമാവ് ഇരിപ്പുണ്ടായിരുന്നു. സോ മടിയായതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടലമാവ് വെച്ച് ഇപ്രാവശ്യത്തെ ഫേസ് പാക്ക് അടിപൊളിയാക്കി. സോ അതൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ ഒരു 6:15 ആയപ്പോഴേക്കും വിളക്ക് വെക്കണ പരിപാടിയായി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.